കർത്താവ് ആർക്കും കടക്കാരനല്ല പ്രിയപ്പെട്ടവരെ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അത് തലമുറകളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലാണെന്ന് ഓർത്തോണം. കർത്താവിന്റെ ദൂതന്മാരെ അറിയാതെ അബ്രഹാം കൈക്കൊണ്ട് അപ്പം കൊടുത്തു, ഇറച്ചി കൊടുത്തു. അപ്പം കൊടുത്തപ്പോൾ 3 പേർക്ക് 3 ഇടങ്ങഴിയാണ് കൊടുത്തെന്ന് പറഞ്ഞാൽ 1 ഇടങ്ങഴി അളവാ. 1 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 1 കിലോ. 1 കിലോ മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്തു. അമ്മൻ ഇറച്ചി കൊടുത്തപ്പം എണ്ണിയൊന്നുമില്ല, നന്നായി കൊടുത്തു. ചരിത്രം പഠിക്കുമ്പോൾ പിന്നത്തേതിൽ അബ്രഹാമിന്റെ സന്തതി മരുഭൂമി കൂടെ വരുമ്പോൾ കർത്താവ് പറഞ്ഞടാ, പണ്ട് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് തന്നത് 1 ഇടങ്ങഴി അപ്പമാ. ഒരുത്തനും മന്ന പൊഴിച്ചു കൊടുത്തോ പറഞ്ഞു, ഓരോരുത്തൻ ഇടങ്ങഴി വെച്ച് പറക്കിക്കോണം. തലമുറയുടെ പേരിൽ ഒരപ്പൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പറക്കിക്കോണം, കൂടുതലായാലും അത് പോക്കാന്ന് പറഞ്ഞു. എന്നാൽ അമേൻ ഇറച്ചി വേണമെന്നും പറഞ്ഞവർ കരഞ്ഞപ്പോൾ കാടപ്പക്ഷികളെ തമ്പുരാൻ കൊടുത്തപ്പോ പറഞ്ഞു, ഒരു കണക്ക് പറഞ്ഞില്ല, അവർ മൂക്ക് മുട്ട തിന്നെന്ന് എഴുതിയിരിക്കുന്നേ. കാരണം കർത്താവ് പറഞ്ഞേടാ, പണ്ട് അബ്രഹാമിന്റെ വീട്ടിൽ ഞാൻ വന്നപ്പോ അവൻ ഇറച്ചിക്ക് ഒരു കണക്കും വെച്ചില്ല. കണക്ക് വെക്കാഞ്ഞതുകൊണ്ട് അത് കണക്കില്ലാതെ കഴിച്ചോളാൻ. ആർക്കാ? സന്തതിക്ക് വേണ്ടി ദൈവം കരുതി. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിൽ വിതയ്ക്കുക എന്നുള്ളതാ. ഇവിടുത്തെ ഷെയർ മാർക്കറ്റ് പൊളിഞ്ഞേക്കാം, ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ പൊളിഞ്ഞേക്കാം, പക്ഷെ ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൊളിയത്തില്ല. അത് തലമുറകളുടെ മേൽ അതൊരു ബ്ലെസ്സിംഗ് ആയി കിടക്കും.